2020 ഡിസംബർ മാസത്തിൽ ഞങ്ങൾ നടത്തുന്ന ആഗമനകാല തീർത്ഥാടനത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിൽ തുളു ഭാഷയിൽ കുർബാന അർപ്പിക്കുന്ന ഒരേ ഒരു ദേവാലയത്തെയാണ്. ഞങ്ങൾ ആ ദേവാലയത്തിലേക്ക് ചെന്ന ഉടനെ തന്നെ ചെയ്തത്, ഈ ദേവാലയം ഇവിടെ വരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മിഷണറി ഉണ്ട്. ആ മിഷണറിയുടെ ഭൗതിക ശരീരമുള്ള ഖബറട നിലകൊള്ളുന്ന അകത്തേക്കാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. പേരിവിടെ ഉണ്ട്, ഫാദർ കാമിസാസ് ഷ്രൈൻ എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ജീവിത ഡീറ്റെയിൽ വളരെ വ്യക്തമായി ആ ദേവാലയത്തിനകത്തുള്ള ബോർഡിൽ തന്നെ ഉണ്ട്. പ്ലേസ് ഓഫ് ബർത്ത് ഇറ്റലിയാണ്. 1868 ജനിച്ചത്. അത് നോർത്ത് ഇറ്റലിയാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഞ്ചരിച്ച വഴികളെല്ലാം ഇതിൽ നിങ്ങൾ സ്വസ്ഥമായി വായിക്കാവുന്നതാണ്. അദ്ദേഹം ജോലി ചെയ്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലം സെൻറ്റ് ജോസഫ് സെമിനാരി മംഗലാപുരമാണ്. ഫിലോക്കാലിയ എന്ന ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ചില വർഷങ്ങൾ ഞാനും സെമിനാരികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാളുകളിൽ ഈ സെൻറ്റ് ജോസഫ് സെമിനാരിയിലും ചില വർഷങ്ങൾ പഠിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. അതിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു അവിടെ ചെന്ന് ആ ബോർഡ് വായിച്ചപ്പോൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷം അദ്ദേഹം മരിക്കുന്നത് ഫാദർ മുല്ലേഴ്സ് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കിയത് സെൻറ്റ് ജോസഫ് സെമിനാരിയിൽ തന്നെ ആയിരുന്നു. പിന്നീടാണ് അവിടെ നിന്ന് ഭൗതിക ശരീരം കൊണ്ടുവന്ന് അദ്ദേഹം അധ്വാനിച്ച ഈ മണ്ണിൽ അല്ലെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് അടക്കാൻ ഇടയായത്. ദൈവദാസൻ ഫാദർ അലക്സാണ്ടർ കാമിയാസായുടെ കല്ലറയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ദേവാലയം വളരെ മനോഹരമാണ്. കാരണം ആദിവാസികൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണിത്. 300 ഏക്കറിലധികം വരുന്ന സ്ഥലം ആദിവാസി കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി നോർത്ത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു വൈദികൻ്റെ കഠിനാധ്വാനം. ആ നാട്ടിൽ വന്നതിന് ശേഷം അവരെ ഒരു യൂണിറ്റിയിലെത്തിക്കുന്നു. യൂണിറ്റിയിലെത്തിച്ചതിന് ശേഷം അവിടെ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാലയം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓരോന്നും ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കുന്നു. എങ്ങനെയാണ് കൾട്ടിവേഷൻ പ്ലാന്റിങ്, അത് വളരെ മനോഹരമായി ആ ജനങ്ങളെ പഠിപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന ആഹാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനോഹരമായി പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഈ ചുമരിലേക്ക് വീഡിയോയിലേക്ക് നോക്കുമ്പോൾ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്രെഡ്. അപ്പം ഏറ്റവും നല്ല നിലയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ വനത്തിൽ വസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും സംസ്കാരവും എല്ലാം പകർന്നു കൊടുത്ത് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെ നിന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതുമായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല. ഈ ദേവാലയത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഈ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ്റെ ജീവചരിത്രം മുഴുവനും ദേവാലയത്തിൻ്റെ 4 ചുറ്റു ചുമരുകളിലായി വരച്ചു വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുന്നതിനേക്കാളുപരി വിഷ്വലായി അവിടെ ക്രിയേറ്റീവായി വെച്ചതുകൊണ്ട് എത്രയും പെട്ടെന്ന് മനസ്സിൽ പതിയുന്ന തരത്തിലാണ് ഈ മിഷണറി പ്രവർത്തനത്തെ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ദൈവദാസൻ്റെ കല്ലറയിൽ മൗനമായി നിന്ന് ജിജി എന്തോ പ്രാർത്ഥിക്കുന്നത് കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നീ എന്തായിരുന്നു അവിടെ നിന്ന് ശാന്തമായി പ്രാർത്ഥിച്ചത്? അവൾ പറഞ്ഞു, എനിക്കും ഒരു മിഷണറി ആവണം. ആരോരുമില്ലാത്തവർക്ക് അറിവിൻ്റെ നവോത്ഥാനത്തിൻ്റെ വെട്ടം പകരുന്ന ഒരു മിഷണറി ആകണം. അതിനുവേണ്ടി ഏതറ്റം വരെയും സഹിക്കാനുള്ള കൃപയും വരവും എനിക്ക് ലഭിക്കണം എന്നായിരുന്നു പ്രാർത്ഥന എന്ന്. എനിക്ക് തോന്നുന്നു ഫിലോക്കാലിയയുടെ മോട്ടോയും അത് തന്നെയാണ്, മോട്ടിവേഷൻ അറ്റ് എനി കോസ്റ്റ്. ജീവിക്കാനുള്ള ഒരു നല്ല ത്വരത ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുക. ദമ്പതികൾ തമ്മിൽ സ്നേഹത്തിലായിരിക്കാൻ, മക്കളും മാതാപിതാക്കളും സ്നേഹത്തിലായിരിക്കാൻ, ജ്യേഷ്ഠാനുജന്മാർ സ്നേഹത്തിലായിരിക്കാൻ, ഇൻലോസുമായി മക്കളെല്ലാം സ്നേഹത്തിലായിരിക്കാൻ, അങ്ങനെ ഒരു സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു സ്വർഗമായി കുടുംബങ്ങൾ മാറ്റുക എന്ന ലക്ഷ്യം തന്നെയാണ് ഫിലോക്കാലിയയുടെയും ഉള്ളിൽ. അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വികാരിയച്ഛൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജോസഫും ഞങ്ങളും വികാരി അച്ഛനെ അന്വേഷിച്ച് എല്ലാം നടന്നെങ്കിലും അവിടെ നിന്നും ഒരു നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞു, വികാരിയച്ഛൻ ഇന്ന് എവിടെയോ ദൂരസ്ഥലത്ത് പോയി, അതുകൊണ്ടിപ്പോൾ കാണാൻ സാധ്യതയില്ല എന്ന്. ദേവാലയത്തിൻ്റെ പുറകിലായി
കുരിശിൻ്റെ വഴി വളരെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോസഫ് ഞങ്ങളെ കൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കുരിശിൻ്റെ വഴി ജനങ്ങൾ ചെല്ലുന്നതും നടക്കുന്നതും എന്ന് പറഞ്ഞു തരികയായിരുന്നു. അതായത് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ആ സ്ഥലത്ത് അത്രയും മനോഹരമായി ഇവരെ ഉന്നമനത്തിൽ എത്തിച്ചതിൻ്റെ ഒരു ഓർമ്മയായി അവർ തന്നെ പണിത് അവർ തന്നെ ചെയ്തെടുത്ത മനോഹരമായ കുരിശിൻ്റെ വഴി തീർത്ഥാടനമാണ് ഞങ്ങളെ ഇപ്പോൾ ജോസഫ് കാണിച്ചു തരുന്നത്. വളരെ ആവേശത്തോടെ ഞങ്ങൾ ആ പള്ളി ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പള്ളിയുടെ മുമ്പിലിരുന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ പുതുവർഷപ്പിറവിയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരാൻ വേണ്ടി പ്രത്യേകം മനസ്സിലോർത്തു. എല്ലാവരെയും ഏറെ വിഷമത്തോടെ, വേദനയോടെ, നിരാശയോടെ കഴിയുന്ന പലരെയും, ഫോൺ വിളിച്ച് സംസാരിച്ചവരെയും വാട്സപ്പിൽ മെസ്സേജ് തന്നവരെയൊക്കെ മനസ്സിലോർത്തു. നമ്മളെ വേദനിപ്പിച്ചവരെ പ്രത്യേകം നമുക്കൊന്നോർക്കാം. ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്നോർക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കങ്ങ് സമർപ്പിക്കാം. ഒരുപക്ഷേ മറ്റുള്ളവരുടെ ചില പ്രവൃത്തികൾ, വാക്കുകൾ കാരണമായിരിക്കാം നമ്മുടെ ജീവിതം തകർന്നു പോയിട്ടുള്ളത്. ആ തകർച്ചയിൽ നിന്നും കരകയറാൻ പറ്റാതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വല്ലാത്ത വീർപ്പ് മുട്ടുന്നുണ്ടാവാം നമ്മൾ. പക്ഷേ തമ്പുരാനോട് പറയാം, ആ അവസ്ഥ സമർപ്പിക്കാം. തമ്പുരാനെ, ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. പൊറുക്കണമെന്ന് മനസ്സുണ്ട്, പക്ഷെ സാധിക്കണില്ലല്ലോ. ഒക്കെ നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ മനസ്സ്. ആ അവസ്ഥയൊക്കെയും നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തമ്പുരാനോട് പറയാം. തമ്പുരാന് മാത്രമേ നമ്മളെ സുഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ കരുതും ഒരുപക്ഷെ എൻ്റെ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കൂട്ടുകാരൊക്കെ, അവർക്കൊക്കെ എന്നെ സുഖപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം തരാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിയില്ലാതെ നമ്മളെ ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന, അനുഗ്രഹങ്ങൾ വാരിച്ചോരി ചുരിയുന്ന നമ്മുടെ തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കേണ്ടത്. അവനെ വിട്ട്, അല്ലെങ്കിൽ ഈശോയെ വിട്ട് നമ്മൾ വഴിമാറി നടക്കുമ്പോഴാണ് കൂടുതൽ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കൊരു പുതിയ ബോധ്യത്തിലേക്ക് വരാം. ഇനിയുള്ള ജീവിതം തമ്പുരാനെ, ഞാൻ നിന്നെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും നടക്കുക. നിൻ്റെ മടിയിലായിരിക്കും ഞാൻ ഉറങ്ങുക. നീ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം നമുക്ക്